Mesmerizing wedding collection. Tejaswini by Chungat Jewelry. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. ശരിക്കും ഞാനൊരു രാജകുമാരിയെ പോലെ അന്ന് എന്നെ നോക്കി എല്ലാരും പറയും. Beautiful. മനസ്സിലുള്ളത് മെട്രോയിലുണ്ട്. ഇപ്പോൾ 50,000 സ്ക്വയർ ഫീറ്റിൽ മെട്രോ വെഡിംഗ് പ്ലാസ അങ്കമാലി. സംസ്ഥാന ബഡ്ജറ്റിൽ അടങ്ങിയിരിക്കുന്നത് ജനദ്രോഹ നയങ്ങൾ മാത്രമെന്ന ആക്ഷേപം. കോൺഗ്രസ് അങ്കമാലി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസിന് മുൻപിൽ ധർണാ സമരം സംഘടിപ്പിച്ചു. ഭൂനികുതി വർധന അടക്കം സാധാരണക്കാരെ ദ്രോഹിക്കുന്ന നിർദ്ദേശങ്ങളാണ് ധനമന്ത്രി ബാലഗോപാൽ അവതരിപ്പിച്ച LDF സർക്കാരിന്റെ ബഡ്ജറ്റിലുള്ളതെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. ജനങ്ങൾക്ക് ആശ്വാസം പകരുന്ന യാതൊന്നും ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ജനദ്രോഹ ബഡ്ജറ്റിനെതിരെ സംസ്ഥാന വ്യാപകമായാണ് കോൺഗ്രസ് വില്ലേജ് ഓഫീസുകൾക്ക് മുൻപിൽ ധർണ നടത്തിയത്. അങ്കമാലി മിനി സിവിൽ സ്റ്റേഷനിലെ വില്ലേജ് ഓഫീസിന് മുൻപിൽ നടന്ന ധർണ ബെന്നി ബെഹന്നാൻ MP ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ സാമ്പത്തിക രംഗത്തിന്റെ ഒരു ടേക്ക് ഓഫ് ആണ് സംസ്ഥാന ഗവൺമെന്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. പക്ഷെ ആ ടേക്ക് ഓഫിന് വേണ്ടിയുള്ള ഇന്ധനം ഈ ബഡ്ജറ്റിൽ ഇല്ല എന്നതാണ് ഈ ബഡ്ജറ്റിന്റെ ഏറ്റവും വലിയ സംശയം. വ്യക്തമായൊരു സാമ്പത്തിക ദർശനം കൊടുക്കാനുള്ള, ദിശാബോധം കൊടുക്കാനുള്ള വെളിച്ചം ഈ ബഡ്ജറ്റ് എടുത്തു നോക്കിയാൽ കാണുന്നില്ല. നമുക്കറിയാം, കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനത്തിന്റെ ന്യായമായ ആവശ്യങ്ങൾ പരിഗണിക്കാതിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കേരള സംസ്ഥാന ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ കുറച്ചുകൂടി കേന്ദ്ര അവഗണന നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ അതുകൂടി പരിഹരിച്ചുകൊണ്ടുള്ള ചില സഹായങ്ങൾ ഉണ്ടാകും എന്ന് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചു. അതൊന്നുമില്ല. ഈ ഗവൺമെന്റിന്റെ സാമ്പത്തിക സമീപനത്തിൽ അതിൻ്റെ ഏറ്റവും വലിയ പാളിച്ചയാണ് ഈ ബഡ്ജറ്റ് നമുക്ക് കാണുന്നത്. ഒരു സംസ്ഥാനത്തിന്റെ പൊതുഖജനാവ് എങ്ങനെ വിജയകരമായി നടപ്പാക്കാൻ കഴിയും എന്ന സാമ്പത്തിക അച്ചടക്കമാണ് ഒരു ഗവൺമെന്റിന് വേണ്ടതെങ്കിൽ കേരളം ഭരിക്കുന്ന സംസ്ഥാന ഗവൺമെന്റിന് അത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടില്ല. ഞാനിവിടെ വളരെ ദീർഘമായി ശ്രമിച്ച ഏത് വിഭാഗമാണ് ഇവിടെ നമ്മൾ ഒരു സിവിൽ സ്റ്റേഷന്റെ മുന്നിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഇവിടുത്തെ ജീവനക്കാരുടെ പ്രശ്നങ്ങളില്ല. ഞാൻ ചോദിക്കട്ടെ, ജീവനക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും എന്നാണ് ഗവൺമെന്റ് പറഞ്ഞത്. പരിഹരിച്ചിട്ടുണ്ടോ? ഈ കഴിഞ്ഞ ശമ്പള പരിഷ്കരണമല്ല, അതിനു മുമ്പുണ്ടായിരുന്ന ശമ്പള പരിഷ്കരണത്തിന്റെ 12 DA 4 പ്രാവശ്യമായി കൊടുക്കാം എന്നാണ് ബഹുമാനപ്പെട്ട മന്ത്രി 3 വർഷം മുമ്പ് പറഞ്ഞത്. അവസാനം പറഞ്ഞു പണമില്ല, അതുകൊണ്ട് അത് PF-ൽ ലയിപ്പിക്കുന്നില്ല. ഇപ്രാവശ്യം ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ പ്രസ്താവന കേട്ടു. നേരത്തെ ഉണ്ടായിരുന്ന ശമ്പള കുടിശ്ശിക PF-ൽ ലയിക്കുന്ന കാര്യത്തിൽ മന്ത്രി അനുഭാവപൂർണമായി തീരുമാനമെടുക്കുന്നവർ. എന്താ അനുഭാവപൂർണമായ തീരുമാനം? കഴിഞ്ഞതല്ല, അതിനു മുമ്പുണ്ടായിരുന്ന ശമ്പള പരിഷ്കരണത്തിൽ ലഭിക്കേണ്ടിയിരുന്ന DA ക്ഷാമബത്ത കുടിശ്ശിക 4 പ്രാവശ്യമായി പ്രോവിഡന്റ് ഫണ്ടിൽ ലയിപ്പിക്കുമെന്ന് പറഞ്ഞ് സംസ്ഥാന ഗവൺമെന്റിൽ പണമില്ലാത്തതുകൊണ്ട് അത് ലയിപ്പിക്കാതെ ലോക്കിനാക്കി വെച്ചു. ബഹുമാനപ്പെട്ട മന്ത്രി ഈ ബഡ്ജറ്റിൽ പറഞ്ഞിരിക്കുന്നത് ആ ലോക്കിൻ ഞങ്ങൾ പിൻവലിച്ചു, അത് ലയിപ്പിക്കാൻ തീരുമാനിച്ചു. 11ാം ശമ്പള കമ്മീഷൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സാജു നെടുങ്ങാടൻ അധ്യക്ഷനായിരുന്നു. നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ഷിയോ പോൾ, മുൻ നഗരസഭാ ചെയർമാൻ മാത്യു തോമസ്, DCC സെക്രട്ടറിമാരായ KP ബേബി, PV സജീവൻ, PV ജോസ്, നേതാക്കളായ അഡ്വക്കേറ്റ് KS ഷാജി, മേരി വർഗീസ്, മീര ആവറാച്ചൻ, ബാസ്റ്റിൻ D പാറയ്ക്കൽ, ലിസി പോളി, അഡ്വക്കേറ്റ് സാജി ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന്. 70 വർഷത്തെ പാരമ്പര്യല്ലേ. MV ചാക്കോ ജുവല്ലേഴ്സ് അങ്കമാലി. ഇനി കണ്ണു തുറക്കാം കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക്. ഇടിമണ്ണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ, അങ്കമാലി.